ആദിവാസികളൊക്കെ പട്ടിണിയാണെന്ന് കേട്ടാൽ മന്ത്രിക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ സ്കിൽ അവരെ പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഇന്നത്തെ ഞാനും നിങ്ങളും അടങ്ങുന്ന യുവജനങ്ങൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് തൊഴിലില്ലായ്മയാണ്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഈ 3 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ക്യാമ്പിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് സ്കിൽ ഡെവലപ്മെന്റുമായി എങ്ങനെയാണ് നമ്മുടെ യുവജനങ്ങളെ സഹായിക്കുക കഴിയുക. അതിനൊരു വ്യക്തമായൊരു പ്രോജക്റ്റ് നിങ്ങൾ ഈ ക്യാമ്പിൽ നിന്ന് തന്നെ ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഏതെങ്കിലും ഒരു സ്കിൽ അവരെ പഠിപ്പിച്ചാൽ അംഗീകാരം കൊടുക്കുന്ന കാര്യം മന്ത്രി അങ്ങേറ്റു. അങ്ങനെയുള്ള ഒരു പ്രൊജക്ട് എനിക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിൽ ഡെവലപ്മെന്റുമായുള്ള പ്രൊജക്ടിന് അംഗീകാരം നൽകും എന്ന ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭ വിഷയം ഉടനെ തന്നെ അങ്ങ് ഏറ്റെടുത്തു. പറ്റിയ ഒരു പരിശീലന പരിപാടി മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ജയിലില് ഇന്ന് ഇപ്പം ഒരു പ്രധാനപ്പെട്ട ബിസിനസ് ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി ഇറച്ചിക്കറിയും വിൽക്കുക എന്നുള്ളതാണ്. വലിയ വരുമാനമാണ്. അതിന് വലിയ ഒരു അംഗീകാരമാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സാമൂഹ്യ വശം എന്താണെന്നുള്ളത് നോക്കണം. ഇവർക്ക് ഈ തടവുകാർക്ക് ഇതിനകത്ത് ചപ്പാത്തി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും ഒക്കെ പരിശീലനം കിട്ടി അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ റിലീസ് ചെയ്യുന്ന ഡേറ്റ് നോക്കി ഇരിക്കുകയാണ് പുറത്ത് ഹോട്ടലുകാരും ഇതുപോലുള്ള കേറ്ററിംഗ് സർവീസ് നടത്തുന്നവരും. കാരണം വളരെ എക്സ്പീരിയൻസോട് കൂടി അപ്പോൾ അവർക്ക് പുറത്തേക്ക് വരുമ്പം തന്നെ ഒരു തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യം കൂടി വരിക. ട്രെയിനിങ് ലഭിച്ചു കഴിഞ്ഞാൽ ദിവസ വരുമാനം 1500 രൂപ വരുമത്രേ. 1500 രൂപ ഒരു ദിവസം അവർക്ക് ഈ കൂലി കിട്ടുന്ന വിധത്തിലുള്ള നല്ല ജോലിയിലേക്ക് പോകാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് പോകാൻ ആരും ധൈര്യപ്പെടുകയില്ല. അവിടം കൊണ്ടും തീരുന്നില്ല ട്രെയിനിങ്ങിന്റെ അപാര സാധ്യതകൾ. ഇന്നത്തെ ട്രെയിനീസ് നാളത്തെ കോടീശ്വരന്മാർ. ഇപ്പോൾ ഇവിടെ ഇതാക്കുന്ന കാര്യങ്ങൾ പല ബീഹാർ ജില്ല നേരത്തെ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അവിടെ ബേക്കറി ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അവിടുത്തെ ബേക്കറി ഐറ്റംസിന് പുറത്ത് മറ്റുള്ള ബേക്കറിയിൽ കിട്ടുന്നേക്കാളും നല്ല ഒരു മാർക്കറ്റിംഗ് ഉണ്ടെന്നാണ് മനസ്സിലായത്. അവിടുന്ന് വേറൊരു സംവിധാനം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ജോലി ചെയ്യുന്ന ബേക്കറി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഇതിൽ 80% അവരുടെ ഇതിൽ നിക്ഷേപിക്കുകയും 20% വീട്ടിലേക്ക് അയക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഈ 80% പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അയാൾ റിലീസ് ചെയ്ത് പോകുന്ന സമയത്ത് അയാൾ ഒരു കോടീശ്വരനായിട്ട് അല്ലെങ്കിൽ ലക്ഷാധിപതിയായിട്ടാണ് പുറത്തു പോകുന്നത്. അത്രയും അവിടെ വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു മാർഗം അവിടെ ഉണ്ട്. എത്ര നിസ്സാരമായിട്ടാണെന്ന് നോക്കണേ ഓരോ മന്ത്രിമാർ മനുഷ്യരെ കോടീശ്വരന്മാരാക്കി തീർക്കുന്നത്. ഇനിയിപ്പോൾ തീഹാറിലും പൂജപ്പുരയിലും എത്തിച്ചേരാനുള്ള ഒരു കോഴ്സ് കൂടി അങ്ങ് തുടങ്ങിയാലോ?